കോടീശ്വരന്മാരെ നിരസിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറെ കെട്ടിയ താരസുന്ദരി, മമ്മൂട്ടിയുടെ നായികയുടെ പ്രണയകഥ. തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് റാസി. ബാലതാരമായി സിനിമയിലെത്തിയ റാസി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലെല്ലാം നടി സാന്നിധ്യം അറിയിച്ചു. വിജയ എന്നാണ് റാസിയുടെ യഥാർത്ഥ പേര്. തെലുങ്ക് സിനിമയിൽ റാസി എന്നറിയപ്പെട്ടപ്പോൾ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മന്ത്ര എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ എത്തിയ റാസി മമ്മൂട്ടി നായകനായ പല്ലാവൂർ ദേവനാരായണൻ അടക്കമുള്ള ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. വിവാഹശേഷം കുറച്ചുനാൾ സിനിമയിൽ നിന്നൊക്കെ ഇടവേള എടുത്തെങ്കിലും താരം പിന്നീട് തിരിച്ചെത്തി. നിലവിൽ ടെലിവിഷൻ പരമ്പരകളിലാണ് റാസി അഭിനയിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രണയകഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് റാസി. സംവിധായകനായ ശ്രീമുനിയാണ് റാസിയുടെ ഭർത്താവ്. 2005 വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ റാസി തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായിരുന്നു. എന്നാൽ ശ്രീമുനിയാകട്ടെ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരുന്നു. ഇരുവരും കണ്ടുമുട്ടുന്നത് ഒരു സിനിമയുടെ സൈറ്റിൽ വെച്ചാണ്. സൈറ്റിലുള്ളവരിൽ ആരെയെങ്കിലും പ്രാങ്ക് ചെയ്യുക എന്നത് റാസിയുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അങ്ങനെ പ്രാങ്കിന് റാസി തിരഞ്ഞെടുത്തത് ശ്രീമുനിയെയായിരുന്നു. അത് വലിയൊരു സൗഹൃദത്തിലേക്ക് എത്തുകയായിരുന്നു. പതിയെ തന്റെ ഓൺ സ്ക്രീൻ ജീവിതത്തിൽ നിന്നും പിന്മാറി കുടുംബിനിയാകാൻ റാസി ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെയാണ് റാസിയുടെ അച്ഛൻ മരണപ്പെടുന്നത്. അച്ഛന്റെ മരണം താരത്തിന് വലിയ ആഘാതമായിരുന്നു ഉണ്ടാക്കിയത്. ആ ഏകാന്തതയിൽ റാസിക്ക് താങ്ങായി മാറിയത് ശ്രീമുനിയായിരുന്നു. അച്ഛന്റെ വേർപാടിൽ നിന്നും പതിയെ റാസി പുറത്തു വന്നു. അധികം വൈകാതെ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീട്ടുകാർ ആരംഭിച്ചു. വിവാഹ ആലോചനകളുമായി കോടീശ്വരന്മാരായ ബിസിനസ്സുകാരും മറ്റും വന്നു. എന്നാൽ ആ ബന്ധങ്ങളോടെല്ലാം റാസി നോ പറഞ്ഞു. ശ്രീമുനിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് റാസി ചോദിക്കുന്നത്. നമ്മൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഇരുവരും അവിവാഹിതരും, എങ്കിൽ വിവാഹം കഴിച്ചുകൂടെ എന്ന് താരം ചോദിച്ചു. 2 ദിവസം വേണ്ടി വന്നു ശ്രീമുനിക്ക് മറുപടി നൽകാൻ. അങ്ങനെ ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ട് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്ന റാസി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീമുനിയെ വിവാഹം കഴിക്കുകയായിരുന്നു. 20 വർഷത്തിൽ എത്തി നിൽക്കുകയാണ് റാസിയുടെയും ശ്രീമുനിയുടെയും ദാമ്പത്യ ജീവിതം. തങ്ങളുടെ പ്രണയത്തിന്റെ ആഴത്തിന്റെ അടയാളമാണ് തന്റെ നെറ്റിയിലെ സിന്ദൂരം എന്നാണ് മുമ്പൊരിക്കൽ റാസി പറഞ്ഞത്. വർഷങ്ങളോളം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു റാസി. എന്നാൽ ഇടവേളയ്ക്ക് വിരാമമിട്ടുകൊണ്ട് 2013 റാസി അഭിനയത്തിലേക്ക് തിരികെ വരികയായിരുന്നു. തിരിച്ചുവരവിൽ അമ്മ വേഷങ്ങളായിരുന്നു റാസിയെ തേടി കൂടുതലും എത്തിയത്. ബിഗ് സ്ക്രീനിലേക്കും തിരിച്ചു വന്നെങ്കിലും റാസിയെ കൂടുതലും കാണാൻ സാധിക്കുക ഇന്ന് ടെലിവിഷൻ പരമ്പരകളിലാണ്.